ഭയങ്കര കാറ്റാണ്. കിരുണയിലാണ് സ്വീഡനിലെ സ്വീഡിഷ് ലാപ്ലാൻഡ്. നല്ല തണുപ്പാണ്, ആകെ ഫുൾ സ്നോ ആണ്. ഞാനപ്പോൾ എൻ്റെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അത്യാവശ്യം നല്ലോണം ക്ലിയറായിട്ട് തണുപ്പും കാറ്റും ഒന്ന് കൊള്ളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ആൾക്കാരൊക്കെ തലയ്ക്ക് ഭ്രാന്താന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് രാത്രി പുറത്തിറങ്ങി നടന്നില്ലെങ്കിൽ അത് മിസ്സാവില്ല. അപ്പം അത് കാരണം ഒരു എക്സ്പീരിയൻസ് നടത്തും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒടുക്കത്തെ തെന്നലാണ്. റോഡ് ഫുൾ ഐസാണ്. സൈഡിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ പൊത്തിപ്പിടിച്ച് നടക്കണം. വിചാരിച്ച അത്ര രസമില്ല. ഫുള്ള് ഭയങ്കര എന്താ പറയുക, ഏത് നിമിഷവും വഴുക്കി വീഴാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് നടക്കുന്നത്. ഓൾറെഡി 2-3 തവണ കെട്ടിപ്പറിഞ്ഞ് വീണേനെ. പക്ഷേ ഇതൊരു പ്രത്യേക അനുഭവമാണ്. എന്താ പറയുക, നമ്മളിപ്പോൾ ആർട്ടിക് സർക്കിളിൻ്റെ മുകളിലാണ്. ഇതൊരു പ്രത്യേക ലാൻഡ്സ്കേപ്പാണ് മൊത്തം. പിന്നെ ആരും പുറത്തൊന്നുമില്ല, വളരെ കുറച്ച് പേരെ പുറത്തുള്ളൂ. എങ്ങനെയാണോ ഇവിടെ വണ്ടികളൊക്കെ ഇത്ര സുഖമായിട്ട് ഓടിക്കാൻ പറ്റണേ? എന്നാൽ ലിറ്ററലി ഐസാണ്. ലിറ്ററലി ഐസ് എന്ന് പറഞ്ഞാൽ പോളിഷ്ഡ് ഐസ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും എത്താം. വണ്ടിയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ താൽക്കാലികമായി വിചാരിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ ചായ കുടിക്കാനായി പാല് വാങ്ങാൻ ഇറങ്ങി തിരിച്ചതാണ് നമ്മൾ. നമ്മുടെ കൂപ്പ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങോട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പരിക്കുകളൊന്നും പറ്റാതെ എത്തുമെന്ന് വിചാരിക്കുന്നു. ഗൂഗിൾ മാപ്പിനെ തെറ്റിയിട്ടില്ല. കിരുണയിൽ ഗൂഗിൾ മാപ്പ് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് സാധനം കിട്ടിയിട്ട് കിട്ടി. നമ്മൾ ബാക്ക് ടു നമ്മൾ നമ്മുടെ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതിലെ പോയാൽ അങ്ങോട്ട് എത്താൻ തോന്നുന്നു. പിന്നെ ഞാൻ രാത്രി ആയതുകൊണ്ട് ഒരു ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കുന്നില്ല. ഞാനിതുപോലൊരു ഇറക്കത്താണ് അടിപൊളിയായിട്ട് വീണിട്ടുള്ളത്. അതത്ര നല്ല സുഖകരമായൊരു അനുഭവമായിരുന്നില്ല. പക്ഷെ നമ്മൾ എന്താ പറയുക, സ്നോ ആയി കിടക്കുന്ന കുറച്ചും കൂടി ഗ്രിപ്പാണ്. നല്ല അടിപൊളി കാറ്റും ഉണ്ടാവും. ഈ താഴെ ഗ്രിപ്പില്ലാത്ത കാറ്റ് ചിലപ്പോൾ നമ്മളെ തള്ളിയിടും. ഈ ഇറക്കമൊക്കെ ഞാൻ കയറി വന്നു
ഒരാൾ എന്നെ പോലെ ഇങ്ങനെ കടിച്ച് കയറി ലിറ്ററലി മൂൺ വാക്കിംഗ് ആണ്. എന്തായാലും വെറൈറ്റിയാണ്. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അധികം ഇതിൽ നടക്കാത്ത കാരണം എൻ്റെ ഫുഡ് സ്റ്റെപ്സ് തന്നെ എനിക്ക് സ്നോയിൽ കാണാണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ അത് തപ്പിയാലും മതി കറക്റ്റ് തിരിച്ച് വഴി അറിയാനായിട്ട്. അമ്മേ ഇപ്പം തന്നെ വീണാനെ. വാക്കിംഗ് ത്രൂ ദ സ്നോ. വഴി തെറ്റിയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നു. ലേറാറി ഗാർഡൻ ടീച്ചേഴ്സ് സ്ട്രീറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. കൂടെ വന്നവരൊക്കെ മൂടി പൊതിച്ച് കിടന്നുറങ്ങാണ്. ഞാൻ മാത്രം മോളം വെട്ടായിട്ട് പുറത്തിറങ്ങി നടക്കാണ്. ഓക്കേ, നമ്മൾ സക്സസ്ഫുള്ളി തിരിച്ചെത്തിയില്ലേ ഈശ്വര. കർത്താവ് പണി വാളിയ. ഓക്കെ ഗൈസ്, ഞാൻ പെട്ടു. ഇതല്ല ഞാൻ വന്ന വഴി. സോ നമ്മൾ തിരിച്ചു പോവുകയാണ്. വന്ന വഴി തിരിച്ച് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഈ വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ 19B. ഇതാണ് നമ്മുടെ ലാൻഡ് മാർക്ക്. ഈ വണ്ടി ലുൻബറി 345. ഇപ്പം തന്നെ വീണാൽ. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആലയം. ഓക്കെ, ആൻഡ് മിഷൻ കുപ്പിപ്പാല് ഈസ് എ സക്സസ്. 19B.